بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അടുത്തതായി പീസ് റേഡിയോയിൽ സ്റ്റാർ ക്വസ്റ്റ്. പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമുകളുടെ ഭാഗമായി വിദ്യാർത്ഥികളിൽ നിന്നും സ്വീകരിച്ച പ്രസംഗങ്ങളുടെ സംപ്രേഷണമാണ് ഇപ്പോൾ സ്റ്റാർ ക്വസ്റ്റിൽ കേൾക്കുന്നത്. നേതൃത്വം നൽകുന്നത് അബ്ദുസലാം വീട്ടി, ജൗഹർ ഒഴുകൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ പ്രസംഗ മത്സരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ പ്രസംഗമാണ് നമ്മൾ കേൾക്കാനുള്ളത്. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ ശ്രോതാക്കളിലേക്ക് ഒരു ചിന്തയെ ഇട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ വിചാരിക്കുന്നത്. ഒന്നുമല്ല, വെട്ടിമാറ്റപ്പെട്ട ചില പേരുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ചില പേരുകളുണ്ട്. അതൊരു പ്രത്യേക മതവിഭാഗമാണ്, ചില പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ പേരുകൾ എന്തുകൊണ്ട് വെട്ടിമാറ്റപ്പെടുന്നു എന്നുള്ള ചിന്തയെ ഉണർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. നമ്മുടെ കൂട്ടുകാരുടെ പ്രസംഗങ്ങളിലേക്കാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യമായി നമ്മോട് സംസാരിക്കുന്നത് ദിയ ഫാത്തിമ എസ്, AMUP സ്കൂൾ വടക്കാങ്ങര പയ്യനാടിൽ നിന്നും 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ ഫാത്തിമ എസ് ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. I am Diya Fatima S. I am studying 6th standard. My school name is AMUP School Vadakangara. I am going to speak about the remember of independence and history. Hello my dears. Today we gather to commemorate the 79th anniversary of India's independence. August 15, 1947 marks a pivotal moment in our nation's history, when we finally broke free from the shackles of colonial rule and embarked on a journey of self-governance and nation building. We pay tribute to the countless freedom fighters who sacrificed their lives, their liberty, and their comfort for the sake of our country's freedom. From Mahatma Gandhi's non-violent resistance to Bhagat Singh's bravery, from Netaji Subhash Chandra Bose's unwavering determination to Jawaharlal Nehru's visionary leadership, our nation was shaped by the collective efforts of countless individuals who dared to dream of a free India. As we celebrate our independence, we also acknowledge the challenges that lie ahead. We must continue to strive for a more just, equitable, and prosperous society, where every citizen can live with dignity and pursue their dreams without fear or hindrance. Let us reframe our commitment to the values of democracy, secularism, and social justice that have girded our nation thus far. Let us work together to build a brighter future of ourselves and for generations to come. Jai Hind. Assalamu alaikum warahmatullahi wabarakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. പ്രിയ കൂട്ടുകാരെ, ദിയ ഫാത്തിമയുടെ പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും ഒരുപാട് ആളുകളുടെ ത്യാഗം ഉണ്ടാവും. ആ ത്യാഗത്തിൽ ഓരോ സ്വാതന്ത്ര്യദിന പരിപാടിയിലും നമ്മളിത് അനുസ്മരിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്ത് എന്ന് തിരിച്ചറിയലാണ്. പ്രത്യേകിച്ച് റേഡിയോ നടത്തുന്ന ഈ പ്രോഗ്രാം പോലും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. യെസ്,
അപ്പോൾ കുട്ടികളത് പരസ്പരം ഓർമ്മപ്പെടുത്തുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു. വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ദിയ ഫാത്തിമ നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ. ഓക്കെ, നമ്മൾ സലാം സാറേ, നമ്മൾ ഈ പ്രാസംഗികർക്ക് വേണ്ട ചില പ്രത്യേക ടിപ്സുകൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിലൊന്നാണ് കുട്ടികൾക്ക് വായന വേണം എന്നുള്ളത്. മറ്റൊന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം, പ്രാസംഗികർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന് ബോഡി ലാംഗ്വേജ് ആണ്, സൗണ്ട് മോഡുലേഷനാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചില പ്രത്യേക കോട്ടുകൾ, ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ പ്രത്യേകം എടുത്തുദ്ധരിക്കുക, കവിതകൾ എടുത്തുദ്ധരിക്കുക, അതുകൊണ്ട് തുടങ്ങുക, ഒരു ട്രഡീഷണൽ ശൈലി ഒഴിവാക്കുക എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന ടിപ്സുകളിൽ പെട്ട ഒന്നാണ്. മറ്റൊന്ന് നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് എന്താ പറയുക, പറയണമെന്ന് തോന്നിയൊരു കാര്യം, ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ പ്രാദേശിക ഭാഷ എന്നൊരു സാധനമുണ്ട് നമ്മുടെ മലയാളത്തിൽ നല്ല എല്ലാ പ്രദേശത്തുള്ള കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ശൈലിയാണ് സംസാരത്തിന്. അതല്ലെങ്കിൽ കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ വേറൊരു ശൈലിയാണ്. ഈ ശൈലികൾ പ്രാസംഗികർ ഉപയോഗിക്കുന്നതിൽ ഒരു ഔചിത്യം എന്ത് എന്നുള്ളത് നമ്മൾ പ്രാസംഗികർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നേരെ മുന്നിലുള്ള ഓഡിയൻസിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒന്നും വേണ്ട, അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ത്യ ഒട്ടാകെ കേൾക്കും, ലോകമൊട്ടാകെ കേൾക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു ശൈലി ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം അവിടെ ആപ്റ്റാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ ആ ഒരു ഓഡിയൻസിനനുസരിച്ചുള്ള ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ പ്രാസംഗികർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ അവനവൻ്റെ സംസാരത്തിൽ ഇത്തരത്തിൽ പ്രാദേശിക ഭാഷകൾ, പ്രത്യേകിച്ചൊരു മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ അല്ലേ, അതെ, അത് വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മറ്റൊരു പ്രഭാഷണത്തിലേക്ക് തന്നെ, അതും ഇംഗ്ലീഷ് തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അധികവും ഇംഗ്ലീഷാണ്. ഓക്കെ. ആദം യു സനോജ് ആണ് ഇസ്ലാമിക് ഇംഗ്ലീഷ് ഹൈസ്കൂൾ പുതുനഗരത്തു നിന്നാണ് ആദം യു സനോജ് നമ്മുടെ കൂടെ ചേരുന്നത്. 4ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരനാണ്. അവൻ്റെ സംസാരം നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. My name is Adam Yusanuj. I am studying in 4th standard at Islamic English Medium High School, Pudunagaram. Today, I am going to speak on the topic, the memory and history of freedom. Independence Day is not just a celebration, it is the memory of our long struggle for freedom. Many years ago, our country was under British rule. Our people had no right and lived in fear. But brave leaders and freedom fighters stood up and fought the justice. The history of freedom is filled with great sacrifice. Leaders like Mahatma Gandhi used peace and truth as weapons. Others like Bhagat Singh and Subhash Chandra Bose showed great courage. Thousands of people, known and unknown, gave their life for our country. We must remember their stories. We must never forget the pain, the suffering, and the strength of our freedom movement. These memories help us understand the true value of freedom. Today, we are lucky to live in free India. We can study, speak, and dream freely because of the brave hearts of the past. Let us respect our history and be proud for our country. Let us work together to keep India peaceful, strong, and united. Jai Hind. മാഷാ അല്ലാ. ആദം യു സനോജ്, പേര് തന്നെ ഒരു വെറൈറ്റി പേരാണല്ലേ. ആദം, ഈ യു എന്നുള്ളത് സെൻട്രലിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? വെറൈറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കുമോ? അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് പിന്നെ പിതാവിൻ്റെ പേര് കൂടി ചേർത്തതായിരിക്കാം അല്ലേ? യെസ്. അപ്പോൾ ഏതായിരുന്നാലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം ഈ പ്രഭാഷണത്തിന് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് അവതരിപ്പിച്ചു.
ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ പൊതുവെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിക് ഇംഗ്ലീഷ് ഹൈസ്കൂൾ പുതുനഗരത്തു നിന്നാണ് ആദം യൂസനൂജ് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. യെസ്. അപ്പോൾ അവൻ്റെ ഈ സംസാരം ശരിക്കും അവൻ്റെ ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സിനൊക്കെ ഒരു പാഠമാണ്. അവർക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കാനുള്ള പ്രചോദനമായാണ്. അങ്ങനെ ആയിത്തീരട്ടെ നമ്മൾ ആശംസിക്കുന്നു. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ഒരു മത്സരാർത്ഥിയിലേക്ക് പോകാം. മിസ മിതാബ്. വെറൈറ്റി പേരുകളാണല്ലോ അല്ലേ? മിസ മിതാബ്. പുതിയ കാലത്ത് നമുക്ക് സ്റ്റാർ ക്വസ്റ്റ് കേട്ടാൽ പേരുകളുടെ വൈവിധ്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതെ. ഒരു പക്ഷേ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ അർത്ഥമൊന്നും ചിന്തിക്കാറില്ല, കേൾക്കാൻ രസമുണ്ടോ എന്നുള്ളതാണ്, വെറൈറ്റി ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പേരിൻ്റെ ഒരു ട്രെൻഡിങ്. ഏതായിരുന്നാലും മിസ മിതാബിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് പോകാം. അവൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഹൊറൈസൺ ഇംഗ്ലീഷ് സ്കൂൾ ഇരിക്കൂർ അവിടെ നിന്ന് ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായിട്ട് നമ്മോടൊപ്പം ചേർന്നു മിസ മിതാബ്. Assalamu alaikum. Dear listeners, you are tuned into Peace Radio and I am Ms. Amita here with a special thought to brighten your day. Today, we reflect on a priceless treasure, the memory and history of freedom. Freedom! What a powerful word. But it wasn't always ours to enjoy so easily. History reminds us of a time when voices were silenced, dreams were crushed, and dignity was denied. People lived under chains, not just metal, but of fear and injustice. But then came those who dared to believe in change. Brave hearts who said, "Enough is enough." Around the world, people marched, protested, and even laid down their lives for the sake of freedom. Here, in our own nation, countless men and women stood united, refusing to let oppression define their future. Their sacrifices are not just stories. They are the foundation of everything we cherish today. And freedom is not just about big revolutions or famous names. It is also about the quiet courage of ordinary people, parents who fought for education, workers who demanded fairness, and communities who stood against discrimination. But, dear listeners, freedom is not something we lock away in history books. It lives in our everyday actions. Every time we speak up for what's right, every time we respect someone else's choices, every time we defend the powerless, we honor the memory of freedom. As one great leader said, freedom is not nothing else but a chance to be better. So, let's use that chance wisely. Before I sign off, I leave you with this thought. The memory of freedom reminds us where we came from. Our actions today decide where we are going. Let's make sure freedom is not just a memory, but a promise kept for the future. Thank you for tuning in. Stay free, stay kind, and keep the spirit of freedom alive. This is Miss Amita signing off from Peace Radio. Thank you. Have a nice day. മാഷാ അല്ലാഹ്. മിസ മിതാബ്. സാറേ, എന്ത് തോന്നുന്നു മിസയുടെ പ്രഭാഷണം കേട്ടപ്പോൾ? മിസയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവൾ അവസാനത്തിൽ എന്താ പറയുക, ഒരു വീഡിയോ വ്ളോഗറുടെ ശൈലിയിലേക്ക് മാറി എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഏതായാലും ഒരു വെറൈറ്റി ആണല്ലോ, ഒരു വെറൈറ്റി തോന്നി. അതെ, പേരിലുള്ള വെറൈറ്റി പോലെ തന്നെ അവരുടെ സംസാരത്തിലും ഒരു വെറൈറ്റി ഉണ്ട്. സംസാരമൊക്കെ മാഷാ അല്ലാഹ് അല്ല, ആ ഇംഗ്ലീഷ് പ്രൊനൗൺസൊക്കെ വളരെ ഉഷാറായിട്ട്. പക്ഷേ ഒന്നുകൂടെ നമുക്ക് പറയാം എന്തെന്നോ, നമ്മുടെ ഈ സന്ദർഭം ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂടി ട്യൂൺ ചെയ്യാൻ മിസക്ക് പറ്റും. അതെ, അത് നമുക്കിപ്പോൾ അവൾ അവസാനം കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിപ്പോൾ സന്ദർഭം ഏതാണ്? പ്രഭാഷണ മത്സരമാണല്ലോ. അതെ. അപ്പോൾ ആ മത്സരത്തിനനുസരിച്ച് മിസക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനേക്കാൾ കൂടുതൽ മികവിലേക്ക് ആക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്റ്റൈൽ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഒരു പ്രഭാഷണ മത്സരത്തിൻ്റെ ഒരു വേദിയിൽ എങ്ങനെയായിരിക്കണം പ്രഭാഷണം നടത്തുന്നതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? യെസ്. ഒരു
നമ്മളതിൻ്റെ ഓരോരോ എപ്പിസോഡുകളിലായിട്ട് അതിൻ്റെ ടിപ്സുകൾ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. 4-5 ടിപ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെയും തുടക്കത്തിൽ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഓരോരുത്തരുടെ സംസാരത്തിനിടയ്ക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പിസോഡുകൾ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോകാം. ഷസാ സഹ്റ എം, അൽ ഹിക്മ ഇസ്ലാമിക് സ്കൂൾ, സിയാങ്കണ്ടം. അവിടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഷസാ സഹ്റ. ഇംഗ്ലീഷ് സ്പീച്ചാണ് അല്ലേ? യെസ്, അത് ഇന്നത്തെ ദിവസം മൊത്തം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയെന്നൊരു സംശയമുണ്ട് എനിക്ക്. ബ്രിട്ടീഷുകാരല്ല, ഇംഗ്ലീഷുകാർ, അങ്ങനെയല്ല ഇംഗ്ലീഷുകാർ. പക്ഷെ അവർ ഇംഗ്ലീഷ് നമുക്ക് തന്നു പോയതാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അവർ പോയതിനെ കുറിച്ച് ഇംഗ്ലീഷിൽ തന്നെ ഗംഭീരമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്, ക്വിറ്റ് ഇന്ത്യ എന്നാണല്ലോ പറഞ്ഞത്. യെസ്. ഏതായിരുന്നാലും നമുക്ക് ഷസയുടെ സംസാരം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. Assalamu alaikum. Good morning everyone. Respected chief guest, principal, teachers and all my dear friends. First of all, I wish you a very happy Independence Day. I feel great pride to present this speech. This day is the most important day for all of because on this in 1947. We got independence from the British rule. France, our great freedom fighters like Mahatma Gandhi, Pandit Nehru, Lala Lajpat Rai, Bhagat Singh, Subhash Chandra Bose, Rani Lakshmibai and many others devoted their life for the independence of our country. Today we are fortunate that we are born in independent country. We have on fundamental right. Our freedom is priceless and our brave soldiers fight conservatively or borders to protect our country. Friends, we are no nation is perfect. It needs to be made perfect. So it is our responsibility to sincerely perform our duty, progress together for the growth and development of our country. Certainly the day not for the country will be strong and powerful in very field. Jai Hind, Jai Bharat. ഷസാ സഹ്റയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തിയത്. അൽ ഹിക്മ ഇസ്ലാമിക് സ്കൂൾ, സിയാങ്കണ്ടത്തിൽ നിന്നാണ്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അതെ. ഷസാ പീസ് റേഡിയോയിൽ ഇങ്ങനെ ഒരു സംരംഭം ഉപയോഗപ്പെടുത്തി എന്നുള്ള എന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂടുതൽ നമ്മൾ കൂട്ടത്തിൽ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഭാഷണ മത്സരത്തിൻ്റെ സ്പിരിറ്റിലേക്ക് കുറച്ചുകൂടി കടന്നു വരണമായിരുന്നു. അതെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2 തരം പ്രഭാഷണങ്ങളുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളുടെ സംസാരം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും, പക്ഷെ അതിലൊരുപാട് കണ്ടന്റുകളുണ്ടാവും. എന്താ പറയുക, അങ്ങനെ പറയുമല്ലോ, എന്തിനു പറയാ, ചിന്തോദ്ദീപകമായ. യെസ്, അതാണ് എനിക്ക് കിട്ടാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുള്ള സംസാരമായിരിക്കും. ചില ആളുകൾക്ക് അതായിരിക്കും ഇഷ്ടം. എന്നാൽ ചിലതുണ്ട് അതിൻ്റെ ആ ഒരു ബ്രിട്ടീഷുകാരോടുള്ള ആ ദേഷ്യവും വെറുപ്പും ഒക്കെ ഇങ്ങോട്ട് പുറത്ത് വരുന്ന രൂപത്തിൽ ഒരു തീപ്പൊരി പ്രസംഗം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അല്ല, നമുക്കേതായാലും ഷസാ സഹ്റ ഏത് ടൈപ്പാണ് പൂർണ്ണമായി അതിൻ്റെ പാനലിൽ നിന്ന് അവരതിനെ ശരിക്കും വിലയിരുത്തി അതിൻ്റെ മാർക്കൊക്കെ അവർ കൊടുക്കുമായിരിക്കും. അതെ അല്ലേ? ഇതിലേതിൽ അപ്പോൾ ഉൾപ്പെടുന്നു എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡുകളിലൊക്കെ എന്താന്ന് പറയുക, ഭയങ്കരമായ മത്സരങ്ങളായിരുന്നു. അപ്പോൾ ഇവരിൽ ആർക്ക് നമ്മൾ കൊടുക്കുമെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മോടൊപ്പം ചേരുന്നു ഐമൻ ഹനൂൻ. ഒരു മലയാള പ്രഭാഷണത്തിലേക്കാണ് ഇനി കാതോർക്കുന്നത്. യെസ്, ബിഗ്സ് ഓൺലൈൻ സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഐമൻ ഹനൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, മാതാപിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പേര് ഐമൻ ഹനൂൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും ആകാശം ഇന്ന് പാറിക്കളിക്കുന്ന വർണ്ണ പതാകയാൽ മനോഹരമായിരിക്കുന്നു. കൂട്ടുകാരെ, എന്ന് മുതലാണ് ഇത് ആരംഭിച്ചത്? അത് 1947 ഓഗസ്റ്റ് 15 മുതൽ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി. പണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരായിരുന്നു. അവർ നമ്മളെ
ഭയപ്പെടുത്തി അടിച്ചമർത്തി നമ്മുടെ ഭൂമിയിൽ സ്വതന്ത്രവും അവകാശങ്ങളും കവർന്നെടുത്തു. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ മനസ്സുള്ളവർ അതിന് കീഴ്പ്പെട്ടില്ല. ഗാന്ധിജിയും ചാച്ചാജിയും മൗലാന ആസാദിനെ പോലെയുള്ളവർ വീടും കുടുംബവും ഉപേക്ഷിച്ച് പോരാടി. അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നു. ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ അത് നിരോധിക്കുന്നു. മതം ആചരിക്കുന്നത് കൊണ്ട് ഒരാളുടെ വീട്ടിന്മേൽ ബുൾഡോസർ കൊണ്ടുവെക്കുന്നു. ഇങ്ങനെ കൂട്ടുകാരെ, അപ്പോൾ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് പതാക ഉയർത്താനുള്ളത് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാനും നമ്മുടെ നിലപാടുകൾ ശക്തിപ്പെടുത്താനുമുള്ള ദിവസം കൂടിയാണ്. അതെ കൂട്ടുകാരെ, ആരെയും ഭയപ്പെടാതെ നമുക്കിവിടെ ജീവിക്കണം. അവസാനമായി പറയട്ടെ, നമ്മൾ മൗലാന ആസാദിന്റെ മക്കളാണ്. നമ്മൾ ചാച്ചാജിയുടെയും ഗാന്ധിജിയുടെയും ഇന്ത്യക്കാരാണ്. നമ്മൾ ആരെയും ഭയപ്പെടില്ല. സത്യത്തോടെയും ഒരുമയോടെയും ജീവിക്കും. പഴയ ചരിത്രം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ഒറ്റക്കെട്ടായി നേരിടും. അതിനായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐമൻ ഹനൂൻ അല്ലേ, ഗംഭീരമായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. യെസ്, മലയാള പ്രസംഗം കുറേ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾക്ക് ശേഷം ഒരു മലയാളി വന്നിട്ടുണ്ട്. ബിഗ്സ് ഓൺലൈൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടില്ല. ബിഗ്സ് ഓൺലൈൻ സ്കൂൾ എന്നാണെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അത് ഓൺലൈനിൽ പഠിക്കുകയാണോ അതോ സ്കൂളിൻ്റെ പേര് ഓൺലൈൻ എന്നാണോ അതൊന്നും അറിയില്ല. ഓൺലൈനിലായിരിക്കും അല്ലേ? അതെ, അതുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം. ഏതായിരുന്നാലും ഒരു ഓഫ്ലൈൻ സ്കൂളിന് ഓൺലൈൻ സ്കൂൾ എന്ന് പറയില്ലല്ലോ. ഏതായിരുന്നാലും നമ്മുടെ ഐമൻ ഹനുവിൻ്റെ പ്രസംഗം 3ാം ക്ലാസ്സിലാണ്. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ 3ാം ക്ലാസ്സിൽ തന്നെ അവൻ്റെ അഭിരുചി സംസാരത്തിലൂടെ എങ്ങനെയുണ്ട് പ്രഭാഷണത്തിലേക്കുള്ള ആ ഒരു ടേസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, ഏതായിരുന്നാലും മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട്. അടുത്ത ഒരു കണ്ടസ്റ്റൻറ്റ് നമ്മോടൊപ്പം ചേരുന്നു. ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മറിയം സിമ്ര. 5ാം ക്ലാസ്സിലെ ഒരു കൊച്ചുകൂട്ടുകാരിയാണ് മറിയം സിമ്ര. ഒരു ഇംഗ്ലീഷ് പ്രസംഗവുമായി നമ്മളോടൊപ്പം ചേരുന്നു. നമുക്കതൊന്ന് കേട്ടിട്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. Assalamu alaikum wa rahmatullahi wa barakatuh. My name is Mariam Simra and I am honored to stand to speak on this special day. First of all, I wish Happy Independence Day. This year we are celebrated as 79th Independence Day. As we all know, on August 15, 1947, India became free from British rule. It is a day to remember the sacrifice of our great freedom fighter. The courage of determination gives us a big gift of freedom. Independence Day reminds us duty of our nation. Work hard and stay united and make our country is proud. At last, I want to say that I am proud to be an Indian. I love my country. Thank you and Jazakumullah khairan. മാഷാ അല്ലാഹ്. മറിയം സിമ്ര നടത്തിയ പ്രഭാഷണം കൂട്ടുകാർ കേട്ടല്ലോ. ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് മറിയം സിമ്ര. മറിയം സിമ്രയുടെ സംസാരം ഒരു 5ാം ക്ലാസ്സുകാരിയുടെ ലെവലിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉഷാറായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒരു മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ചില ക്വാളിറ്റീസിലേക്ക് കുറച്ചുകൂടെ ഉയരാനുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം. നമ്മളത് കേൾക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മറിയം എന്ത് ചെയ്യും,
ഒരു തവണ ഇപ്പോൾ അവളുടേതായ ഒരു സ്റ്റെപ്പിലെത്തി, അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് തന്നെ ഒരു ഇതിൽ നമ്മൾ സാധാരണ ഒരുപാട് പ്രഭാഷണം കുട്ടികൾ അയച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ചിലപ്പോൾ നമ്മൾ ഇതിലൂടെ വന്നുകൊള്ളുന്നുണ്ടാവില്ല. അത്രയും ക്വാളിറ്റി ഇല്ലാത്തവരൊക്കെ ചിലതുണ്ട്. പക്ഷേ ഇതിനൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ പ്രഭാഷണത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ യോഗ്യത നേടിയിട്ടുണ്ടല്ലോ. അതെ, അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. ഒരുപാട് എൻട്രികൾ വന്നതിൽ നിന്നും അതും ഇങ്ങനൊരു പ്രത്യേക ദിവസത്തിൽ പീസ് റേഡിയോയുടെ തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂളിൽ നമ്മുടെ സംസാരം കയറി വന്നു എന്നുള്ളത് ഒരു പ്രത്യേക അംഗീകാരം തന്നെയാണ്. മറിയം ഇനിയും ധാരാളമായി പ്രഭാഷണങ്ങൾ അയക്കട്ടെ, ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. യെസ്, മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും നമുക്ക് അടുത്തൊരു മത്സരാർത്ഥിയിലേക്ക് പോകാം. മലയാളം പ്രഭാഷണമാണ്. നേരത്തെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ടു. ഇനി മലയാളം പ്രസംഗത്തിലേക്ക് പോകാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അംന ഫാറൂഖ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഞ്ചരക്കണ്ടി വിദ്യാലയത്തിൽ പഠിക്കുന്ന അംന ഫാറൂഖ് നമ്മുടെ ഒരു മത്സരാർത്ഥിയായി എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് സംസാരം കേട്ടിട്ട് തിരിച്ചു വരാം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഗുരുനാഥരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരുളിന്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പകുത്തു നൽകിയ ധീര ദേശാഭിമാനികൾ കാത്തുവച്ച സമ്മാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ സങ്കല്പത്തിന്റെ അണിയറയിൽ പോരാടിയ പല ധീര നേതാക്കളുടെയും നാമങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് ചില നിഗൂഢ ശക്തികൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിം സാന്നിധ്യം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. പറങ്കിപ്പടയെ ചെറുത്തു നിൽക്കുന്നതിലും ബ്രിട്ടീഷുകാരെ തുടച്ചു നീക്കുന്നതിലും അവർ വഹിച്ച പങ്ക് എത്രയോ വലുതാണ്. 1799 ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി മുസ്ലിം പോരാട്ട വീര്യം അവസാനിച്ചുവെന്ന് കരുതി ആശ്വസിച്ചിരുന്ന വെള്ള പട്ടാളക്കാരന്റെ ചിന്തകളെ അസ്തമിപ്പിച്ചുകൊണ്ട് പോരാട്ട വീര്യവും വീണ്ടും നൂറ്റാണ്ടുകളോളം വൈദേശിക ആധിപത്യത്തിന്റെ തല പൊളിയിപ്പിച്ചവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. വാസ്കോഡഗാമയെ അധിനിവേശത്തെ പ്രതിരോധിക്കുവാൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ആർജവത്തോടെ മുന്നിൽ നിന്നും നയിച്ച നാവികപ്പടയുടെ നേതാക്കൾ മരക്കാർമാരായിരുന്നു. 1931 ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 81 രാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയെ സമീപിക്കുവാൻ വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി വിട്ടത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയായിരുന്നു. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ചേർന്ന് നടത്തിയ ഖിലാഫത്ത് പ്രസ്ഥാനം ഭാരതത്തെ സ്വതന്ത്രമാക്കുന്നതിൽ വഹിച്ചത് എത്രയോ വലിയ പങ്കാണ്. ഭാരതീയരുടെ ഇടനെഞ്ചിൽ താളം കൊട്ടുന്ന സാരേ ജഹാൻ സെ അച്ഛ എന്ന അതിമനോഹര ഗാനത്തിന് ജന്മം നൽകിയത് ഇഖ്ബാലായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുൻനിര പോരാളിയായിരുന്ന അബുൽ കലാം ആസാദ് തന്റെ അവസാന ശ്വാസം വരെ ഈ രാജ്യത്തിനായി നിലകൊണ്ടു. വെള്ളക്കാരുടെ വിഭജനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം ഹിന്ദുവിനെയും മുസൽമാനെയും തോളോട് തോൾ ചേർത്ത് സമരപ്പന്തലിൽ എത്തിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ നിന്നും പൊട്ടിമുളച്ച മലബാർ കലാപത്തിൽ മുൻപന്തിരയിൽ അണിഞ്ഞിരുന്നത് മലബാറിലെ മാപ്പിളമാരായിരുന്നു. ആലി മുസ്ലിയാർ, വാര്യൻ കുഞ്ഞഹമ്മദ് ഹാജി, CD സാഹിബ് തങ്ങൾ തുടങ്ങിയ ധീര യോദ്ധാക്കൾ അതിന്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്നു. ഭാരതത്തിന്റെ പോരാട്ട ഭൂമിയിൽ അടിയുറച്ച വിശ്വാസത്തോടെ നിന്ന് എണ്ണിയാൽ തീരാത്ത മുസ്ലിങ്ങളുടെ കഥകൾ പറയാനുണ്ട് കാലത്തിന്റെ കയ്യൊപ്പ് പുകർത്തിയ ചരിത്ര പുസ്തകത്താളുകൾക്ക്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ പിച്ച് ചീന്തുവാൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ തടസ്സം നിന്നവരായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ. ബന്ധനങ്ങളിൽ നിന്നും മോചനത്തിന്റെ വാതിലുകൾ തുറന്നിട്ടവരാണവർ. അവർ ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യമായിരുന്നു. അവർ സ്വപ്നം കണ്ടത് വാനിൽ പാറുന്ന ത്രിവർണ്ണ പതാകയെ ആയിരുന്നു. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും അവർക്ക് പ്രതീക്ഷകളായിരുന്നു. കാരണം രക്തസാക്ഷികൾക്ക് മരണമില്ല, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. രക്തസാക്ഷികൾക്കേറ്റ ഓരോ മുറിവിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം പരത്തിക്കൊണ്ടായിരിക്കും അവർ നാളെ പ്രതിഫല ദിനത്തിൽ കടന്നു വരിക എന്ന പ്രവാചക വചനത്തെ നെഞ്ചിലേറ്റിയവരായിരുന്നു അവർ. പിറന്ന മണ്ണിനായി അവർ ചെയ്ത സംഭാവനകൾ മാനത്തെ അസ്തമന ശോഭ പോലെ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അത് ആയിരങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ തങ്ങി നിൽക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജോഹർ സാറേ, അംന ഫറൂഖ് ശരിക്കും ആ പ്രദേശത്തിൻ്റെ പ്രൗഢി പോലെ തന്നെ ഗംഭീരമായൊരു പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ഈ അംന ഫാറൂഖാണോ ഇത് സ്ഥലമാണോ അതോ പേരാണോ? ഇനി എന്തായിരുന്നാലും ഏകദേശം ആ ഭാഗത്തേക്കാണ്. അതെ, അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ് കണ്ണൂരാണല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ നോക്കട്ടെ. ഞാൻ വിചാരിച്ചു അംന ഫറൂഖ് എന്ന് പറഞ്ഞപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഉപ്പയുടെ പേരായിരിക്കാം. അപ്പോൾ ഏതായിരുന്നാലും പ്രഭാഷണം അടിപൊളിയായിട്ടുണ്ട്. അതെ, പീസ് റേഡിയോ
സ്പെഷ്യൽ പ്രോഗ്രാം, ഇന്നത്തെ ഒരു എന്താ പറയുക സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.